ഹലോ, ഇന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. തലേന്ന് ഒരു 8 മണിക്കൂർ കേട്ടോ കുതിർക്കാൻ വെച്ചിരുന്നു. ഗ്രീൻ പീസ് നല്ലോണം കഴുകിയിട്ടാണ് കുതിർക്കാൻ വെച്ചിരുന്നത് കേട്ടോ. നമ്മൾ ആ വെള്ളത്തിലിട്ട ആ വെള്ളം കൂടെ കൂട്ടിയാണ്ട് നമ്മൾ വെക്കുമ്പോൾ ആ ഗ്രീൻ പീസിൻ്റെ ആ ഒരു ഇത് കൂടെ കിട്ടും കേട്ടോ, നല്ലൊരു ഇത് കിട്ടും. അങ്ങനെ ഞാൻ ചെയ്യാറ്. അതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, ഒരു ഏലക്ക, ഒരു പട്ട, ഒരു ഗ്രാമ്പു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ, ഇച്ചിരി കുരുമുളകും പൊടിയോട് ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 6 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു തേങ്ങൻ്റെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയ തേങ്ങ, കുറച്ച് കറി ആയതുകൊണ്ട് ഒരു ചെറിയ തേങ്ങ എടുത്തിരിക്കുന്നു കേട്ടോ. അതിൻ്റെ പാലും കൂടെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം തിളച്ച് വരണ്ട, നല്ലോണം ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുകിടാം. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, പത്തിരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഒരു കാര്യം വിട്ടുപോയി, വെളുത്തുള്ളി ഇഞ്ചി ഇതിനകത്ത് ചേർത്തിരുന്നു കേട്ടോ. ചെറിയൊരു ഇഞ്ചി കഷ്ണം, ഒരു 4 അല്ലി വെളുത്തുള്ളി കേട്ടോ, അതും കൂടെ ചതച്ച് ഇതിനകത്ത് നമ്മൾ തക്കാളി വലിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തില്ല, അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പച്ചമുളകും ഉണ്ടായിരുന്നു, 2 പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിരുന്നു. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. താങ്ക് യു.